SFI മുൻ സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു MG സർവകലാശാല. ഹാജരില്ലാത്ത 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയ നടപടിയിലാണ് അന്വേഷണം. ഇടത് സിൻഡിക്കേറ്റ് ഒത്തുതീർപ്പാക്കിയ കേസിലാണ് പുതിയ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണല്ലോ ഈ MG സർവകലാശാലയുടെ ഭാഗത്തും ഉണ്ടാവുന്നത്. നേരത്തെ തന്നെ ആർഷോയ്ക്കെതിരെ വലിയ ആരോപണമുള്ളതാണ്. ഭരണമാറ്റത്തിൻ്റെ ഒരു പ്രതിഫലനം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായും സജിത്ത്, അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് ജൂലൈ 25-നാണ് പുതിയ സിൻഡിക്കേറ്റ്, അതായത് UDFന്റെ ഒരു സിൻഡിക്കേറ്റ് MG സർവകലാശാലയിൽ അധികാരം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു ഇടത് അംഗങ്ങൾക്കെതിരായ ചില അന്വേഷണങ്ങളിലേക്ക് സിൻഡിക്കേറ്റ് കടക്കുന്നത്. PM ആർഷോയ്ക്കെതിരെ നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നതാണ് ഇടത് കാലത്ത്. പക്ഷേ ഇടത് സിൻഡിക്കേറ്റ് അത് ഒത്തുതീർപ്പാക്കി വിട്ടയച്ചു എന്നുള്ളതാണ് ഫലത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അതായത് ഇന്റഗ്രേറ്റഡ് ആർക്കിയോളജി കോഴ്സാണ് മഹാരാജാസ് കോളേജിൽ PM ആർഷോ ചെയ്തിരുന്നത്. അത് ആദ്യത്തെ 3 വർഷം പൂർത്തിയാക്കി 4ാം വർഷം അതായത് PG കോഴ്സിലേക്ക് ഫലത്തിൽ മാറുന്ന സാഹചര്യം. ആ ഘട്ടത്തിലാണ് ഈ ഡിഗ്രി കോഴ്സിനുള്ള അവസാന സെമസ്റ്ററിലടക്കം, അതായത് 6ാം സെമസ്റ്ററിൽ ആർഷോയ്ക്ക് വേണ്ടത്ര ഹാജരില്ല. അപ്പോൾ അവിടെ ചെയ്തത്, അവിടുത്തെ പ്രിൻസിപ്പൽ അനധികൃതമായ ഏതാണ്ട് 70% ഹാജർ PM ആർഷോയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താൻ MG സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരുന്നത്. അന്നത്തെ ഇടത് സിൻഡിക്കേറ്റിൽ ഉണ്ടായത് ഈ പ്രിൻസിപ്പലിനെ വിളിച്ചു വരുത്തുകയും ഒരു താക്കീത് നൽകി, ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളൊരു താക്കീത് നൽകി ഫലത്തിൽ വിട്ടയക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതിൽ കൃത്യമായൊരു അന്വേഷണം നടത്തി ഈ ആർഷോയ്ക്കെതിരെ കൃത്യമായ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ള നിലപാടിലേക്കാണ് കാര്യങ്ങൾ UDF സിൻഡിക്കേറ്റ് ഫലത്തിൽ പോകുന്നത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, അന്ന് MG സർവകലാശാല അക്കാലത്ത് ഉണ്ടായിരുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ഹരികൃഷ്ണനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് കൃത്രിമ രേഖ ഉണ്ടാക്കി യാത്രാബത്ത് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ P ഹരികൃഷ്ണനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം. ഇതിനും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 3 അംഗ സിൻഡിക്കേറ്റ് അംഗങ്ങളെ, അതായത് ഡോക്ടർ ആൽസൺ മാർട്ട്, ഡോക്ടർ ആതിര പ്രകാശ്, പ്രമോദ് ഗോപിനാഥ് എന്നിവരെയാണ് ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഇതിനായി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇടത് അംഗങ്ങൾക്കെതിരെയാണ് അന്വേഷണം. പക്ഷെ ഉയർന്നു വന്ന പരാതി ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹരികൃഷ്ണനെതിരെ ഉയർന്ന ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആ നിലയിൽ വിജിലൻസ് അന്വേഷണത്തിനുൾപ്പെടെ ശുപാർശ ചെയ്യാവുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആർഷോ എന്നുള്ളത് സ്വാഭാവികമായും ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ നിലയ്ക്ക് കൂടി ശ്രദ്ധേയമാണ്. അങ്ങനെ ഹാജരിൽ ഫലത്തിൽ തട്ടിപ്പ് നടത്തിയാണോ ആർഷോ ആ നിലയിലേക്ക് എത്തിയത് എന്നുള്ള അന്വേഷണമാണ് ഫലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കഴിഞ്ഞ സിൻഡിക്കേറ്റ് തന്നെ അതിൽ പ്രിൻസിപ്പലിന് ചില വീഴ്ചകൾ വന്നു കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിലൊരു താക്കീത് കൊടുത്തുകൊണ്ട് ഒത്തുതീർപ്പാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും UDF സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഫലത്തിൽ ഇപ്പോഴത്തെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. സജിത്ത്, PM ആർഷോയ്ക്കെതിരെ നടപടി ഉണ്ടാവാനുള്ള ചാൻസാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു MG സർവകലാശാല എന്നതാണ് സാഹചര്യം. ഹാജരില്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് എങ്ങനെ പ്രവേശനം തേടി എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.